ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ മരണം 6 ഉയർന്നു വിനീത അറിയിക്കുന്നു. കുറെ അധികം ആൾക്കാരെ കാണാതായ 11 പേർക്ക് വേണ്ടി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. നിരവധി വീടുകൾക്കും കേടുപാടുണ്ടായി എന്ന് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിനീത വിജി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, കാണുന്നുണ്ടോ കായൽ പരപ്പിലൂടെ നമ്മുടെ ഈ ഒളിമങ്ങാത്ത യാത്ര എന്നാ സൗന്ദര്യമാണെന്നറിയാമോ? അപ്പോ ഡൽഹി പോലുള്ള ഒരു മഹാനഗരത്തിൽ നിൽക്കും വല്ലാതെ കൊതിച്ചു പോകും ഈ ജലോത്സവത്തിന്റെ ദൃശ്യങ്ങൾ കാണാനും ഇവിടുത്തെ ദൃശ്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ. പക്ഷേ എന്ത് ചെയ്യാം വിനീത, ഡൽഹിയിലായി പോലെ. പറയൂ, മേഘവിസ്ഫോടനത്തിന്റെ കാര്യങ്ങൾ പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും എസ് കെ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെയാണ് നമ്മൾ കേരളത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും. ഏതാണെങ്കിലും നമുക്ക് ഇപ്പോൾ എസ് കെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഇനി ആ മേഘവിസ്ഫോടനത്തിലെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ എസ് കെ, ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴക്കെടുതി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലും ഈ മേഘവിസ്ഫോടനം കൂടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ജമ്മു കാശ്മീരിലെ റംബാനിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. റംബാനിലെ രാജ്ഘട്ടിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ 3 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പേരെ കാണുവാനില്ല എന്ന റിപ്പോർട്ട് കൂടിയുണ്ട്. ആ മേഖലയിൽ ഇതിനോടകം തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഭരണകൂടം നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ ഈ കാണാതായവർക്കായി തെരച്ചിലും ഇപ്പോൾ ആ മേഖലകളിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെയാണ് ഉത്തരാഖണ്ഡിൽ 2 ഇടങ്ങളിൽ മേഘവിസ്ഫോടനം ഉണ്ടായത്. ചമോലിയിലും ഒപ്പം തന്നെ രുദ്രപ്രയാഗിലുമായിരുന്നു ഇന്നലെ ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. ആ മേഘവിസ്ഫോടനത്തിൽ മരണം 6 എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി പേരെ കാണുവാനില്ല. ഇന്നലെ ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ കുടുങ്ങിപ്പോയെന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. ആ മേഖലകളിലും ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം പഞ്ചാബിലും ഒപ്പം ഹിമാചലിലും ഒക്കെ മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ ഉണ്ട്. ഈ മേഖലകളിൽ ഇതിനോടകം തന്നെ നിരവധി ആളുകളെയാണ്, 10,000-കണക്കിന് ആളുകളെയാണ് ഈ പ്രശ്നബാധിത മേഖലകളിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജമ്മു കാശ്മീരിന്റെ മറ്റ് മേഖലകളിൽ അനന്തനാഗ്, ദോഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഗംഗാ നദി കരകവിഞ്ഞൊഴുകുകയാണ്. ഋഷികേശിലും മറ്റും താമസിക്കുന്ന ഈ ഗംഗാ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.